BJP സംസ്ഥാന പ്രസിഡന്റ് ആരാകും എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. സംസ്ഥാന കാര്യാലയത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പുതിയ അധ്യക്ഷൻ ആരാണ് എന്ന തീരുമാനം കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുതിയ അധ്യക്ഷൻ നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിക്കും. നാളെയാണ് പുതിയ പ്രസിഡന്റിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരുപക്ഷെ തുടരുമെന്നുള്ള വിവരമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഉള്ളത് ഹാൻസ് ജോൺ ആണ്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസം മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ കൂടി ആരാണ് പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. ഈ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ 5 വർഷ കാലാവധി അവസാനിച്ചെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യത പറയുന്നു. ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എല്ലാം കേന്ദ്രത്തിന്റെ കോർട്ടിലാണ്. സസ്പെൻസ് ഉണ്ട്. ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഹാൻസ്? തീർച്ചയായും സേതുലക്ഷ്മി, അതിൽ തന്നെ ഒരു ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രം പറയുന്നതാണ് BJP സംസ്ഥാന ഘടകം അംഗീകരിക്കുക. അതുതന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കാനുള്ള സാധ്യത. ആയതിനാൽ തന്നെ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ രാവിലെ പുലർച്ചെ 1 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. എന്തായാലും കേന്ദ്രം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷം കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഒരു പേര് തന്നെയായിരിക്കും സംസ്ഥാന ഘടകം ഇന്ന് അംഗീകരിക്കാനുള്ള സാധ്യത. എന്തായാലും രാവിലെ 11 മണിക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേരും. യോഗത്തിന് ശേഷം തന്നെ ആരാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ അതിനുശേഷമായിരിക്കും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സ്വാഭാവികമായിട്ടും BJP ഒരു പ്രസിഡൻഷ്യൽ രീതിയിൽ പ്രവർത്തിക്കുന്ന കേഡർ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു നാമനിർദ്ദേശ പത്രിക മാത്രമായിരിക്കും ലഭിക്കുക. 4 മണിയോടുകൂടി അതിൻ്റെ ഒരു സൂക്ഷ്മ പരിശോധന ഉണ്ടാവും. നാളെ ചേരുന്ന സംസ്ഥാന കൗൺസിൽ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന സംസ്ഥാന കൗൺസിലായിരിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുക. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആരാണ് പുതിയ അധ്യക്ഷൻ എന്നുള്ള കാര്യത്തിൽ തീരുമാനം തന്നെയാകും. സ്വാഭാവികമായിട്ടും നിലവിലെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. പ്രധാനമായും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനോടൊപ്പം തന്നെ അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പുതിയൊരു സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തന്നെയാണ് സാധ്യത കൂടുതലായി കൽപ്പിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ മത്സരത്തിൽ വി മുരളീധരനും MT രമേശുമാണ് അടുത്ത തലത്തിലുള്ളത്. മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു മുരളീധരൻ, കേന്ദ്രമന്ത്രിയായിരുന്നു. അതിനോടൊപ്പം കാത്തിരിക്കുന്ന ഒരു കാര്യം, സുരേന്ദ്രൻ വരുമോ ഇല്ലയോ, അതോ BJPക്ക് പുതിയൊരു മുഖം വരുമോ? ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വേണം ഇനിയൊരു തീരുമാനമാകാൻ. പല പേരുകൾ കേൾക്കുന്നുണ്ട്. MT രമേശ് കേൾക്കുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ കേൾക്കുന്നുണ്ട്, വി മുരളീധരൻ കേൾക്കുന്നുണ്ട്, AN രാധാകൃഷ്ണൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ പല പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയ മുഖം വരുമോ BJPയെ നയിക്കാൻ എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് നിന്ന്.